ഹായ് ഫ്രണ്ട്സ്, ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 70 റിയാക്ഷൻ ആണ്. നമുക്കറിയാം ശനിയാഴ്ച വീക്കെൻഡ് എപ്പിസോഡാണ്, ലാലേട്ടൻ വരുന്ന എപ്പിസോഡാണ്. പക്ഷെ ഇന്ന് ലാലേട്ടൻ വന്നില്ല, പകരം 3 പേരുടെ ഫാമിലിയാണ് വന്നത്. എന്താണ് റീസൺ? മുന്നേ ലാലേട്ടന്റെ ബർത്ത്ഡേ ആണ് മെയ് 21. അപ്പോ വീക്കെൻഡ് എപ്പിസോഡുകൾ തിങ്കളും ചൊവ്വയായിട്ടായിരിക്കും നടക്കുന്നത്. നാളെയും കൂടി ഫാമിലി കയറി ഫാമിലി വീക്ക് അവസാനിക്കും. ലാലേട്ടൻ തിങ്കളാഴ്ച വരും, എന്നിട്ട് ആരെങ്കിലുമൊക്കെ പറഞ്ഞു വിടുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് 1-2 കമന്റ്സ് വായിച്ചിട്ട് വരാം. ചേട്ടാ, എനിക്ക് ചേട്ടന് ഇഷ്ടമായി, കെട്ടിക്കോട്ടെ. വേണ്ട, ഇന്നലത്തെ പ്ലസ് എപ്പിസോഡ് എന്തായാലും റോസ്റ്റ് ചെയ്യണം. ഇവിടെ ക്ലിക്ക് ചെയ്യൂ, അല്ലെങ്കിൽ പിൻഡ് കമന്റിൽ ക്ലിക്ക് ചെയ്യൂ. വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ. ചേട്ടനെ കാണാൻ ഒരു കൊറിയൻ കെ ഡ്രാമയിൽ ഒരു നടനെ പോലുണ്ട്. അത് ഞാൻ തന്നെ അറിയില്ലേ. അനിയൻകുട്ട, ഞാൻ മസ്കറ്റിലാണ്. ഒരുപാട് ടെൻഷൻ ഉള്ളപ്പോൾ മോന്റെ വീഡിയോ കാണുമ്പോൾ ഒരുപാട് റിലീഫ് ആകും. ഞാനും മോളും ബിഗ് ഫാൻ ആയിട്ടോ. ഗോഡ് ബ്ലസ് യു. താങ്ക്സ്. ശരത്ത് ചേട്ടൻ ഇനിയുള്ള വീഡിയോയിൽ കണ്ണാടി ഇട്ട് സംസാരിക്കുമോ? കാരണം കണ്ണാടി ഇട്ട് ചേട്ടനെ കാണുമ്പോൾ ക്യൂട്ടായിരിക്കും. കണ്ണാടി ഇട്ട് സംസാരിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ലൈറ്റിന്റെ സാധനം ഇതിൽ കാണുമ്പോൾ അതൊരു വൃത്തികേടാവും എന്നുള്ളത് കൊണ്ടാണ് കണ്ണാടി ഇട്ട് സംസാരിക്കുന്നത്. മനസ്സിലായില്ല? ഈ ആഴ്ച ആരാ പോകുന്നതെന്നൊന്നും എനിക്കറിയില്ല. ഇതനുസരിച്ച് രശ്മിൻ പോവാനാണ് ചാൻസ്. പിന്നെ ഏറ്റവും കുറവ് വോട്ട് അപ്സരയായിരിക്കും. അപ്പൊ 2 പേര് പോവാണെങ്കിൽ രശ്മിനും അപ്സരയും ഔട്ടാവും. റിയലി അപ്രീഷിയേറ്റ് യുവർ എഫേർട്ട് ഫോർ റീഡിംഗ് കമന്റ്സ് ബ്രോ. ഡിസ്ക്രിപ്ഷനിൽ അഡ്രസ് കൂടി വെച്ചിരുന്നെങ്കിൽ ചേട്ടന് കുറച്ച് ഗിഫ്റ്റ് ഒക്കെ അയക്കാമായിരുന്നു. ശരിക്കും നേരത്തെ പറയണ്ടേ? ശരത്ത് ജോയ്, കാടുകുറ്റി, പിൻകോഡ് 680309. ഇത് വെച്ച് അയച്ചാൽ മതി. കാടുകുറ്റിയിൽ പണ്ടന്റെ ഒള്ളി പീസ് ഞാനാണ്, റോക്കി അല്ല. അപ്പോ സംസാരിച്ച സമയം പോയി അറിഞ്ഞില്ല. നമുക്ക് ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 70 റിയാക്ട് ചെയ്തിട്ട്. അപ്പൊ ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഗബ്രിക്ക് മിൽമയുടെ സ്നേഹോപകാരം കൊടുത്തിട്ടുണ്ട്. ഗബ്രി അത് റിസീവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കൊടുത്തില്ല എന്നുള്ള പേരിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ സോൾവ് ആയി. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ നമ്മുടെ പാട്ട് ജിൻഡോ ബി ലൈക്ക്, എനിക്ക് നല്ല ഉറക്കം വേണ്ടി, ഞാൻ തിരിയാരും കൂടി കിടന്ന് ഉറങ്ങട്ടെ. ബിഗ് ബോസ് പാട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇടാൻ പറ്റുമോ? ചാലക്കുടി ചന്തയ്ക്ക് പോകും. എന്ത് പറ്റി സായി? അകത്ത് ആളുണ്ടാ? പെണ്ണിന്റെ പഞ്ചാര പുഞ്ചി, ചെമ്പല്ലി കരിമീൻ, ചെമ്മീൻ, ചന്ദന ചോപ്പുള്ള എന്റെ ഉമ്മക്ക് ഞാൻ പാടിക്കൊടുക്കുന്ന പാട്ടാ. എന്തായാലും ഞങ്ങളുടെ ചാലക്കുടി ഇത്ര ഫേമസ് ആണ്. നമ്മുടെ ജാസ്മിൻ വീട്ടുകാരെ പാടി ഉണർത്തുന്നത് ഈ പാട്ടാണെന്ന്. അതും മണീന്റെ പാട്ട് തന്നെ. മണിച്ചേട്ടൻ എന്ന് പറയടി രശ്മിൻ മുത്തേ. അല്ല, മീൻ വന്നോണ്ട് മാത്രമേ എനിക്ക് ഡൗട്ടുള്ളൂ. പരിപാടി നിന്നെ എന്നെ വരും. നോക്കിയിരുന്നോ? ഇന്ന് വരില്ല, നാളെ വരും. കോളിംഗ് ബെല്ലോ. അഭിഷേകിന്റെ അച്ഛൻ, സിജോന്റെ അപ്പൻ, നോറയുടെ ഉപ്പ. മതസൗഹാർദ്ദം. അപ്പൊ സിജോന്റെ ഫാദറും അതുപോലെ തന്നെ നമ്മുടെ നോറയുടെ ഫാദറും പ്രതീക്ഷിക്കാതെ വന്ന അതിഥികളാണ്. എന്തായാലും കൊള്ളാം, സന്തോഷം. ഉള്ളത് പറയാലോ. ഇന്നത്തെ എപ്പിസോഡിൽ കാര്യമായിട്ടൊന്നും ഇല്ല. 1.25 മണിക്കൂർ ഇങ്ങനെ തട്ടി മുട്ടി അങ്ങോട്ട് പോകുന്നു. അതെയല്ല, അമ്മമാര് വരുന്നുണ്ട് മക്കളെ, അമ്മമാര് വരുന്നുണ്ട്. ജിൻഡോ, ഇത് വെറുതെ പറയണതാ. അമ്മമാര് പുറകെ വരുന്നുണ്ട്. നമ്മൾ ഇത് എത്ര കണ്ടാണ്. നീ എപ്പോഴും ഇതിനകത്തൊന്നും ഇരിക്കുന്നേ? അങ്ങനെ ഇരിക്കില്ല, ഇങ്ങനെ ഓടി നടക്കണം. ആ, അച്ഛനെങ്കിലും ഒന്ന് പറയാൻ തോന്നിയില്ല. ഇരുന്നിരുന്ന് അവിടെ വേര് വരുമെന്ന്. ഇതെന്തുവാ ബിഗ് ബോസ്? കുടുംബ സമ്മേളന മൊത്തം കുടുംബങ്ങളുണ്ടല്ലോ. രണ്ടാൾ വരാൻ പറ്റുമായിരുന്നല്ലോ. ഓ, എന്തിനാ? ജാസ്മിൻ ഇനി എന്റെ വീട്ടിൽ നിന്ന് വരില്ല. ഞാനിവിടെ ഇത്ര പ്രശ്നം ഉണ്ടാക്കിണ്ടാന്ന് തോന്നുന്നു. എന്റെ വീട്ടിൽ നിന്ന് ആരും വന്നില്ല. ഒരാള് മതി എന്ന് പറഞ്ഞു. ഓ, ഒടുക്കത്ത അഭിനയം. കൊള്ളാം, നിങ്ങൾ തന്നെ ഇരുന്ന് പറഞ്ഞാൽ മതി. ഞാൻ വിശ്വസിക്കൂല. അമ്മമാര് പുറകെ വരും. ഷേ, ഉപ്പ വന്നപ്പോഴേക്കും നോറ തട്ടൊക്കെ എടുത്തിട്ട്. നന്ന ഇഷ്ടമാണ് കോകിന്റെ മോളല്ലേ. നോർക്ക് അറിയല്ലേ ഫാദർ വന്നില്ലെങ്കിൽ എന്താ പ്രശ്നം? വീട്ടിലെ അതിഥികൾ വന്നാൽ ചൂലയിട്ട് ഇങ്ങനെ നടക്കാൻ പറ്റും. ഇപ്പൊ നോറയുടെ ഫാദർ ജാസ്മിനോട് ചോദിക്കാ, വീട്ടിൽ ഞങ്ങളൊക്കെ വന്നിട്ട് മോള് ചൂലും കൊണ്ട് തൂക്കാൻ പോണത് ശരിയാണോ മോളെ? ഞങ്ങളോടൊക്കെ വന്ന് സംസാരിക്കേ. വന്നോളും വരാതിരിക്കൂല. അതിന്റെ സങ്കടത്തിൽ ജാസ്മിനോട് നോറയുടെ ഉപ്പ പറയാണ്, പേടിക്കണ്ട, നാളെ വരും ട്ടോ, അത്ത വരും, നാളെ വരും, പേടിക്കണ്ട, എന്തായാലും വന്നിരിക്കും. അതിനവളുടെ സന്തോഷം എന്ന് പറയാറ്. ജാസ്മിൻ എന്തിനാ കരയണേന്ന് എനിക്ക് മനസ്സിലായില്ല. ജാസ്മിന്റെ ഉപ്പയാണ് ബിഗ് ബോസിലെ ഏറ്റവും ലാസ്റ്റ് വരുന്ന ഫാമിലി. അവര് വരുന്ന ദിവസമോ സൺഡേ. ഇത്രയും നല്ല പ്ലേസ്മെന്റ് വേറെ ഏതെങ്കിലും ഫാമിലിക്ക് കിട്ടിയതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? പക്ഷെ എനിക്ക് വേറെ പലതും തോന്നുന്നുണ്ട്. ഇത്രയും ദിവസം വിഷമം വന്നപ്പോ ഗബ്രിയുടെ ഫോട്ടോ വെച്ച് കരയണതല്ലാണ്ട് ഫാമിലി ഫോട്ടോ വെച്ച് കരയണത് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ ഇന്ന് രാവിലെ അഭിഷേകിന്റെ ഫാദർ ചോദിക്കുന്നു, ഇവിടെ മോനെ ഇത് എന്തിട്ടാണ്, ഇത് എന്തിട്ട് നീ വിരിച്ചിട്ടാണ് ഇതൊക്കെ എന്നിട്ട് നീ ശേഖരിച്ച് വെച്ചിട്ട് എടുത്ത് കഴിക്ക്, ഇങ്ങോട്ട് പോരട്ടെ. ചിക്കനും മട്ടനൊക്കെ വാങ്ങിക്കൊണ്ടിരാൻ പറയോ? ഞങ്ങൾക്ക് കൊതിയാ. എന്റെ അപ്സരേ, കിട്ടിയതൊക്കെ കഴിക്ക്. ചിക്കനും മട്ടനും ഫ്ലൈറ്റിൽ കയറ്റി കൊണ്ടുവരാനി. പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അഭിഷേകിന്റെ അച്ഛൻ പറയാം, മോനെ നീ എന്താ അനങ്ങാത്ത?
യെല്ലോ കാർഡ് അല്ലേ അത് നീ അങ്ങ് ഡൗൺ അത്രയും ഡൗൺ ആവണ്ടായിരുന്നു എന്തിനും. നീ ലാലേട്ടൻ ചീത്ത പറഞ്ഞ പിന്നെ എന്തോ ഒതുങ്ങിപ്പോയേ? നീ എന്തിട്ട് ഇവിടെ വെറുതെ ഇരിക്കണ? എന്തെങ്കിലും അടിയൊക്കെ ഉണ്ടാക്ക്. ആ റീസൺ ഒന്നും എനിക്കൊന്നും ഒരു പ്രശ്നമേ ഇല്ല. വലിയ കേസ് പിടിക്കുന്ന ആള്. പിടിച്ച കേസൊന്നും കേക്കട്ടെ. പ്രാങ്കിന്റെ അടി ഉണ്ടാക്കി ഒരു പ്രാങ്കിന്റെ ഇടയ്ക്ക് അടി ഉണ്ടാക്കിയതും നല്ല ഇത് കളിയാക്കി വിട്ടു ഞാൻ. ഗബ്രീനെ കളിയാക്കി വിട്ടുന്ന് വലിയ കാര്യം പോയി. ഇങ്ങനെ അല്ല വള്ളി കേസൊന്നും ഞാൻ പിടിക്കൂല. അല്ലാതെ എല്ലാ കേസും പിടിക്കണ പോലെയാ സംസാരം കേട്ടാ. വർക്കൗട്ട് ചെയ്യാതെ അത് എന്റെ പപ്പ പണ്ടത് ജിമ്മായിരുന്നു. പിന്നെ പുള്ളി പോവാതെ അങ്ങോട്ട് പോയി. നേരെ പുറകോട്ട് പോകുക എടുക്കുക. സിജോ അപ്പച്ചാ അത് വേണ്ട, അവിടെ ചെക്കി എവിടെയെങ്കിലും പിടിച്ച് ഉളുക്കി കഴിഞ്ഞാലേ ഉളുക്ക് മാറ്റാൻ നടക്കേണ്ടി വരും. പെട്ടെന്ന് പോലെ ജിന്നപ്പം കണ്ട കൂടുതൽ പണിയെടുപ്പിക്കും. നോറയുടെ പപ്പ ആ ജിന്റപ്പനൊന്നും കാണണ്ട, പുള്ളി ട്രെയിനറാ. ഇവിടെ ഇരുന്ന് ഫുൾ അടുപ്പിക്കും. എന്റെ പൊന്ന് ബിഗ് ബോസേ, ഇതിൽ ഞാൻ എന്തിട്ടെടുത്ത് കളിയാക്കാം? ഫാമിലിനെ കളിയാക്കാൻ പറ്റുമോ? അവര് ഗെയിം കളിക്കാൻ വന്നവരാണോ? നമുക്ക് ഗെയിമിലുള്ളവരെ കളിയാക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഉള്ളത് പറയാലോ, നല്ല ബോർ എപ്പിസോഡായിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ നോറയുടെ അമ്മയുടെ എൻട്രി ആണ്. എന്തിനായിരുന്നു നീ കരയണേ? അപ്പൊ നോറയുടെ ഉമ്മ നടന്നു വന്നപ്പോ സിജോ ചെന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച്. അപ്പൊ നോറയുടെ ഉമ്മ ഇങ്ങനെ ബാക്കിലേക്ക് മാറി. അപ്പൊ സിജോ അയ്യോ കൊഴപ്പായ ഞാൻ കെട്ടിപ്പിടിച്ചത് മോശമായ ഋഷി മോശമായി പോയി സോറി പറ. ജിൻഡോ നോറയുടെ ഉമ്മേനോട് ഞങ്ങളാണ് ശരിക്കും അടി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആൾക്കാര്. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് ഒരുമിച്ച് കളിച്ചായിരുന്നു. ഞങ്ങള് ഫുൾ ടൈം അടിയാ. സിജോ സോറിട്ടാ സോറി. ഉമ്മ കുഴപ്പമില്ല മോനെ, നിങ്ങൾ പണ്ട് അടി കൂടിയതല്ലേ, ഒരു കുഴപ്പമില്ല. സിജോനൊന്നും കത്തിയില്ല. ഒന്നുമില്ല 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 ഈ എപ്പിസോഡിൽ ഒന്നുമില്ല. എന്തൊരു ബോർ എപ്പിസോഡാണ് ബിഗ് ബോസ്. ഫോണിന്റെ അടുത്ത നോറയുടെ ഉപ്പ പറയാ, നീ ഫോണില്ലാതെ ഇവിടെ നിന്നല്ലോ, അത് എന്റെ വലിയ കാര്യം. ഞാൻ തൂങ്ങാ, അതല്ലേ നല്ലത്. ബിഗ് ബോസിൽ വന്ന തൂങ്ങാന്ന് വെച്ച് കഴിഞ്ഞാ തൂങ്ങിച്ചാവുന്നാണ്. പോട്ടെ, ഇതൊക്കെ വന്നെ പറഞ്ഞു. ഞാൻ ഇതൊന്നും ഇവിടെ ആരോടും പറഞ്ഞിട്ടില്ല. ഇതുവരെ പറഞ്ഞില്ല, ഇപ്പൊ പറഞ്ഞില്ലേ? പറഞ്ഞു. അടുത്ത ഫുഡ് വന്നു. ഇതേത് ഈ പക്ഷി പറന്ന് പറന്ന് പോണേ? തീറ്റ കാണാതെ കിടക്കുന്ന ആൾക്കാരാ. പിസയാണത്. ചട്ടിപ്പത്തിരിയാ? ഞാൻ വിചാരിച്ച പിസയാന്ന്. എന്തൊരു പേക്കറുകളാടാ ഇങ്ങനെ ആർത്തിണ്ടാവോ? നോക്കി കാണാമല്ലോ ഈ വശത്തേക്കാൾ ഈ വശത്തെ. ഫാദറിനോട് പറയണം, എനിക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഞാൻ അധികം ആൾക്കാരോടൊന്നും പറഞ്ഞിട്ടില്ല. സായിക്ക് അറിയാം, പിന്നെ നന്ദനയ്ക്ക് കുറച്ചറിയാം, ശരണ്യക്ക് അറിയാം. ഇപ്പോഴും എനിക്ക് അതിന് കറക്റ്റ് വായൊന്നും തുറക്കാൻ പറ്റില്ല. ഫുഡ് ഇടയ്ക്ക് അവിടെ ഇരിക്കും. അപ്പൊ അതിങ്ങനെ ഒരു സിറിഞ്ച് വെച്ചൊക്കെ അടിച്ചു കളയണം. അങ്ങനെ സിജോന്റെ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഫാദറിനോട് പറയാണ്. അത് കൂടും, പസ് വരും. ആ കള്ളപ്പന്നി റോക്കി കാരണം ഒരു ചെക്കന്റെ വായേ പോയെ അവൻ കുപ്പി വെക്കാൻ നടക്കണം. സിറിഞ്ച് പോലത്തെ സാധനം തോന്നുന്നു, ഞാൻ കാണിച്ചു തരാം. അപ്പൊ സിറിഞ്ച് വെച്ചിട്ട് അടിക്കുമ്പോൾ ബിഗ് ബോസ് ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്തിനാണ് ഈ എപ്പിസോഡ്? ഞാൻ പരദൂഷണം പറയുന്ന ഒരാളാണ്, ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. ഓരോ പറയണ ഞാനിങ്ങനെ പരദൂഷണം പറയാന്നൊക്കെ അവര് പറഞ്ഞപ്പോ എനിക്കത് ഭയങ്കര ഹേർട്ടായി. അതൊരു ഗെയിമിന് അവരെ ഗെയിമാണ്. അപ്പൊ നോറയുടെ ഉപ്പ പറയണേ, മോളെ അത് അവളുടെ ഗെയിം അല്ലേ? പുറത്തിനി ഓൻ എന്തെങ്കിലും എന്നെ പറ്റി പറഞ്ഞുണ്ടാക്കുന്നുണ്ടോ? ആ ഫാമിലി ഇഷ്യൂന്റെ കാര്യം വെറുതെ പറഞ്ഞതാ. വൈൽഡ് കാർഡ് വന്നപ്പോ ചോദിച്ചത് വെറുതെയാ. പുറത്തതിന്റെ വീഡിയോ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. നോറ നീ ഒന്നും അറിഞ്ഞില്ലേ? ഓ അറിയണമെങ്കിൽ ഞാൻ ബിഗ് ബോസിലല്ലേ. അത് കഴിഞ്ഞ ഇന്നത്തെ ദിവസം ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു നമ്മുടെ സിജോന്റെ അമ്മയുടെ എൻട്രി. അപ്പൊ സിജോ ബിഗ് ബോസിൽ വന്ന ടൈമിലാണ് സിജോന്റെ അമ്മ സിജോനെ കണ്ടിട്ടുള്ളൂ. അതിനുശേഷം ഓപ്പറേഷന്റെ ടൈമിലും അതുപോലെ തന്നെ റിക്കവറിയുടെ ടൈമിലും തിരിച്ചു കയറിയപ്പോഴൊന്നും കണ്ടിട്ടില്ല. സോ ആ ഒരു വിഷമവും സങ്കടവും ഒരുപാട് നാൾക്ക് ശേഷം മകനെ കാണുന്ന ഒരു ഇതും എല്ലാം നമുക്ക് അതിൽ പ്രകടമായിരുന്നു. അമ്മയുടെ മക്കളെ. അപ്പൊ സിജോന്റെ അമ്മ വന്ന കുറച്ച് സംഭവങ്ങളാണ് ഈ കണ്ടത്. സത്യം പറയാലോ, ഇന്നത്തെ എപ്പിസോഡ് വൻ ശോകം. ആ സമയത്ത് 2 ആഴ്ച അടിപൊളിയായിട്ട് കളിച്ചു. സിജോന്റെ അമ്മ സിജോന് ഉപദേശം കൊടുക്കണം. അതിനുശേഷം വന്നപ്പോ കുഞ്ഞിന്റെ ആ വയ്യായ്മ പ്രേക്ഷകർക്കും മോനെ ആദ്യ 2 ആഴ്ച സൂപ്പറായിരുന്നു. പിന്നെ അപകടം പറ്റിയില്ല. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ അത്ര ഇത് പോരാ. ഇനി നീ സൂപ്പറായിട്ട് കളിച്ച് ഫൈനലിലെത്തി കളിക്കാം. ടോപ്പ് 5 ആൻഡ് ടോപ്പ് 1 കപ്പടിക്കണം. ഓക്കെ, അമ്മയുടെ അടുത്തൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, കപ്പ് കൊണ്ടുവരും. എല്ലാവർക്കും കപ്പ് മതി.
ഇപ്പൊ കിട്ടും. ചക്കയായിട്ടും പൊന്നു പഴക്കൊലയായിട്ടും ജാസ്മിൻ പറയാ എന്റെ ഫാമിലി ചക്കയും വാഴക്കൊലയൊക്കെ കൊണ്ടുവരും. നേരത്തെ വാഴക്കൊലയുടെ ഒരു വലിയ ചൂരല് ഒരു പൊന്നു വാഴക്കൊലയുടെ ഉള്ളിൽ നിന്ന് ചൂരൽ ഇങ്ങനെ എടുക്കും. ഇങ്ങോട്ട് വാടി അടി ഇവിടെ ചൂരലിന്റെ ആവശ്യം ഉണ്ടാ അപ്പൊ ചൂരൽ കൊണ്ട് കിട്ടാനുള്ള പരിപാടിയൊക്കെ നീ ഇവിടെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ ജാസ്മിൻ? പറയണ്ടായിരുന്നു. അടുക്കള ജോലിയിൽ സഹായിക്കുന്നത് ആരാണ്? സിജോ. അത് കഴിഞ്ഞൊരു ഗെയിമായിരുന്നു. സിജോന്റെ അമ്മ, നോറയുടെ ഉമ്മ, അതുപോലെ തന്നെ നമ്മുടെ അഭിഷേകിന്റെ പെങ്ങള്, ഇവര് 3 പേര് ഇരുന്നിട്ട് 2 പ്ലക്കാർഡ് കൊടുത്തിട്ടുണ്ട്. അഭിഷേക് അച്ഛൻ, സിജോ അച്ഛൻ, നോറ അച്ഛൻ. രണ്ടും ഇല്ല. അൻസിബ ഓരോ ക്വസ്റ്റ്യൻസ് വായിക്കും, ഇവരതിനനുസരിച്ച് ഈ സാധനം പൊക്കണം. എന്ത് ശോകടി. ഏറ്റവും കൂടുതൽ വഴക്കിടുന്നത് ആരാണ്? അതിനൊന്നും കാര്യമായിട്ടൊന്നും കാണിക്കാനില്ല. നുണ പറയണത് ആരാ, അത് ചെയ്യണത് ആരാ, ദേഷ്യം വന്നത് ആരാ, ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. ജീവിതത്തിൽ ഞങ്ങൾ ഫസ്റ്റ് ടൈം അങ്ങനെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നതിന് മുമ്പ് അങ്ങനെ ക്ലോസ് ആയിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടത് സിജോന്റെ അച്ഛനും സിജോവും കൂടി ഒരുമിച്ച് സ്റ്റേജിൽ നിൽക്കണം. അപ്പൊ സിജോ പറയാണ് എന്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ നിന്നിട്ടില്ല എന്ന്. അപ്പൊ സിജോന്റെ അച്ഛൻ ഒരു മിമിക്രി കലാകാരനാണ്. പുള്ളിയുടെ 1-2 നമ്പേഴ്സ് കാണാം. നീ എന്റെ കൂടെ, ഞാൻ നിന്റെ കൂടെ. അത് കൊള്ളാം. പ്രേം നസീർ കലക്കിണ്ട്. അപ്പൊ പുള്ളി കുറെ പേരുടെ സൗണ്ട് ഒക്കെ അനുകരിച്ചു. നമ്മുടെ കുതിരവട്ടം പപ്പുവിന്റെ, മാളയുടെ. അതിനുശേഷം എല്ലാവരെ പറ്റി ഇങ്ങനെ പറയായിരുന്നു. സിജോന്റെ അഭിഷേകിന്റെ ഒന്നും കാര്യമായിട്ടൊന്നും പറയാൻ എനിക്ക് തോന്നിയില്ല. നോറയുടെ എത്തിയപ്പോ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എല്ലാ കഴിവും കൊടുത്തു, എന്തിനാ അവക്ക് നിൽക്കേണ്ടതെന്ന് കഴിവും കൊടുത്തിട്ടുണ്ടെന്നാണ് സ്കൂളിലെ ടീച്ചർ പറഞ്ഞത്. ഇതിൽ ഏത് കഴിവിൽ അവള് കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്താൽ മതി എന്നാണ് ടീച്ചർ പറഞ്ഞത്. അറിയാതെ ചിന്തകളും സോഷ്യൽ മീഡിയയിലേക്ക് ഇങ്ങനെ. ഇപ്പൊ നോറ ഇങ്ങനെ രഹസ്യമായിട്ടാണ് വീഡിയോസ് ഒക്കെ ചെയ്തത്, ഫോട്ടോസ് ഒക്കെ പോസ്റ്റ് ചെയ്തത്. അപ്പൊ നോറ എന്നുള്ള അക്കൗണ്ട് വഴി ഫോട്ടോസ് പോസ്റ്റ് ചെയ്തു. ഇപ്പൊ നോറയുടെ ഉപ്പ ഗൾഫിലായിരുന്നു, ഉമ്മയായിരുന്നു നോക്കിയപ്പോ ഉമ്മേനോട് വേറെ ആൾക്കാർ വന്നിട്ട് പറയും ഇത് നിങ്ങളുടെ മോളല്ലേ എന്നൊക്കെ പറയുമ്പോ ഉമ്മ ആണോ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചറിഞ്ഞു. ഡോക്ടറെ അടുത്ത് ഞാൻ ഇവളെ കൊണ്ടുപോയിന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നിട്ട് നോറേനെ ചികിത്സിക്കാനായിട്ട് ഒരു ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയി. അതായത് മൊബൈൽ ഫോണിന്റെ ഉപയോഗം മാറ്റാൻ വേണ്ടിയിട്ട്. ഈ മോളുടെ ഉമ്മായി അറിയപ്പെട്ടേക്കാം. അപ്പൊ ഡോക്ടർ പറഞ്ഞ് ഇത് നല്ല കാര്യമല്ലേ, സോഷ്യൽ മീഡിയയിൽ വൈറലാണോ, സൂപ്പർ അല്ലേ, ഇവിടെ നാളെ നിങ്ങൾക്ക് അഭിമാനാവും എന്നൊക്കെ പറഞ്ഞു. വരുമ്പോ ആദ്യമായിട്ട് ഞാൻ ഫ്ലൈറ്റിൽ കയറി വരുമ്പോ എന്റെ മോളെ കാരണത്തല്ല ഞാൻ വരുന്നത്. അതെന്റെ നോറയുടെ ഉമ്മ പറയാണ് ഇന്ന് ഞാൻ ഈ ഫ്ലൈറ്റിൽ ആദ്യമായിട്ട് കയറി വന്നത് എന്റെ മോള് കാരണം. നോറ ഒരേ പൊളി. ആ ആഗ്രഹം വെച്ചിട്ടായിരുന്നു എപ്പോഴും അവൾ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തിരുന്നത്. ഇപ്പൊ നോറയുടെ ഉപ്പ പറയാണ് ഇവിടെ IAS പഠിക്കുന്നൊക്കെ പറഞ്ഞ് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു, എന്നെ പറ്റിക്കുമായിരുന്നു. എന്നിട്ട് ഇവൾക്ക് ഓരോ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ പറയും. അതായത് ഇപ്പൊ എന്നിട്ട് സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കാൻ പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ പറയും. അങ്ങനെ 10ാം ക്ലാസ്സിന്റെ പരീക്ഷയുടെ ഇടയ്ക്ക് ഇവള് എന്ത് സാധനം കിട്ടിയില്ല എന്നും പറഞ്ഞ് പിണങ്ങി ഒന്നും പഠിച്ചില്ല. ലാസ്റ്റ് ഞാൻ പറഞ്ഞു വാങ്ങിച്ചു തരാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരാഴ്ച കൊണ്ട് അവള് പഠിച്ചിട്ടാണ് 9A+ ഒരു A വാങ്ങിച്ചത്. എന്റെ സെയിം മാർക്കാട്ടെ. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയാൻ പാടാ IAS വാക്ക് ശരിയാവട്ടെ എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതിന്റെ നോറയുടെ ഉപ്പ പറയാണ് ഇവള് സിവിൽ സർവീസ് ആക്കണം, IAS ആക്കണം എന്നാണ് എന്റെ ആഗ്രഹം. അത് അവളെ എഴുതുന്നൊക്കെയാണ് പറയണേ. നോക്കിയിരുന്നു അപ്പൊ കിട്ടാ IAS. ആഗ്രഹിക്കുന്നത് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ സിവിൽ സർവീസ് എഴുതണം. പിന്നെ ഈ ബിഗ് ബോസിൽ കിടന്ന് കിക്കി ഒച്ചെടുക്കണ പോലെയല്ല സിവിൽ സർവീസ് എക്സാം എഴുതണത്. എന്റെ മോള് ഭയങ്കര സങ്കടപ്പെട്ടു, അതോർത്ത് നിങ്ങൾക്ക് വിഷമം തോന്നി? അത് അതിനിപ്പോ അപ്സര വെച്ച് അച്ഛൻ അറിഞ്ഞോ അറിയാതെ നോറേനോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവളോട് അത് ഒന്ന് മാപ്പ് ചോദിക്കും. എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. നോറയുടെ ഉപ്പ എന്റെ മോക്ക് ഞാൻ തെറ്റ് ചെയ്തു എന്നാ, ഞാൻ അറിഞ്ഞോണ്ട് അവൾക്കൊരു തെറ്റ് പോലും ചെയ്തിട്ടില്ല. അറിഞ്ഞോ അറിയാതെയോ? അറിഞ്ഞാലും അറിയാതിരിക്കാൻ ഞാൻ അറിയാതിരിക്കൂലല്ലോ. എന്റെ പൊന്നപ്സരെ അറിയാതെ ചെയ്താണെങ്കിൽ ഞാൻ അറിയില്ലേ, ഞാനല്ലേ ചെയ്തത്. അതിന് എനിക്ക് അവളൊരു പ്രായത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് എന്തിന്റെ കേടായിരുന്നു. വീട്ടിൽ കയറാതിരുന്നത് തെറ്റായി തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ മനഃപൂർവ്വം തന്നെയാണ്. പിന്നെ അവളുടെ വീട്ടിൽ കയറിയില്ല എന്നുള്ളതാണ് അവളുടെ പ്രശ്നമെങ്കിൽ അവൾ IAS എടുക്കട്ടെ, ഞാൻ കയറും. അപ്പൊ സത്യസന്ധമായി പറഞ്ഞതാ ഉള്ളത് കാര്യങ്ങൾ. അപ്പൊ നോറ പിന്നെയും ഫാമിലിനെ ബെഡ്റൂമിൽ കൊണ്ടുപോയിട്ട് പറയാണ് ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് എനിക്കത് നെഗറ്റീവ് ആവില്ല ഉപ്പ. ബ്ലാക്ക് മെയിൽ പപ്പൊക്കെ വാക്കിന്റെ അർത്ഥം അറിയില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ ഞാൻ എപ്പോഴും ബ്ലാക്ക് മെയിൽ ചെയ്ത ഉപ്പ പറയാണ് എന്റെ പൊന്നു മോളെ ഞാൻ ബ്ലാക്ക് മെയിലിന് ഉദ്ദേശിച്ചത് നീ ഇങ്ങനെ സോപ്പിട്ട് എന്റെ കാര്യം എടുക്കണമെന്നാ, എനിക്ക് അതിനുള്ള അറിവല്ലുള്ളൂ. ആ പിള്ളേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. നീ കിടന്ന് കരയില്ലേ ഇനി. അപ്പൊ വരണ്ടില്ലേ അങ്ങനെ ഞാൻ അച്ചടാ പാവടാ. ചെയ്യണം. ടോപ്പ് 5 ആൻഡ് ടോപ്പ് 1 നന്നായി കളിക്കും. ടോപ്പ് 1 തന്നെ എത്തും. എല്ലാവർക്കും ടോപ്പ് 1 എത്തണം. എന്താ ചെയ്യാ നമ്മള്. അതിപ്പോ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു. അപ്പൊ എല്ലാവർക്കും തിരിച്ചു പോകാൻ സമയമായി. എല്ലാവരും പ്രധാന വാതിലിലൂടെ തിരിച്ചു വരിക. നമ്മുടെ നന്ദനെ തള്ളി അപ്പുറത്തേക്ക് ഇട്ടു. നന്ദന ചെന്ന് കഴിയുമ്പോ ഇതാരാ 3 ആൾക്കാര്, ഞാൻ 3 നേരം കണ്ടേ. അങ്ങനെ ഓണവില്ലിൻ തമ്പുരു വീട്ടും വീടാണീ വീട്. ആ പാട്ടിട്ട ഒരു ബിഗ് ബോസ് എപ്പിസോഡിന്റെ ആദ്യ ഭാഗം ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് മത്സരങ്ങളിലേക്കൊക്കെ പോവാം. പാരന്റ്സ് പോയതോടെ നോറ കരച്ചിൽ തുടങ്ങി.
ഇതുപോലെ ഇരിക്കുവാണെങ്കിൽ അടുത്ത ആഴ്ച വീട്ടിൽ ജാസ്മിൻ പറയണേ അഭിഷേകിന്റെ പെങ്ങൾ എന്നോട് പറഞ്ഞു അഭിഷേക് ഈ ഇരിപ്പ് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ച വീട്ടിൽ പോയിരിക്കാന്ന്. ഇത് പുറത്തിരുന്ന് കാണുന്ന അഭിഷേകിന്റെ പെങ്ങള് എനിക്ക് എന്തിന്റെ കേടായിരുന്നു. സിവിൽ സർവീസിന് എക്സാം അതെനിക്ക് വേണ്ടിട്ടല്ല. ആ വീട്ടുകാരുടെ ഇഷ്ടത്തിന് വെറുതെ പോയി എഴുതി കഴിഞ്ഞാൽ പാസ്സാവണ സാധനമാണല്ലോ IAS. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിട്ടല്ല, അവരാഗ്രഹം അങ്ങനെയാണ്. എന്റെ പൊന്നിന് പറയാൻ നിനക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ലല്ലേ? ഞാൻ ചെയ്യട്ടെ എന്നുള്ള രീതിയിലാണ് ഞാനത് പറയുന്നത്. ഇതിന് ഈ കരച്ചില് മാത്രമേ ഉള്ളത്. സ്പേസ് ഫീൽ ചെയ്തു, എനിക്കറിയത്തില്ല. സ്പേസ് ഫീൽ ചെയ്താ വീട്ടിൽ ഫാമിലി വന്നു കഴിഞ്ഞിട്ട് നമ്മള് ഫാമിലി വന്ന ശേഷം കുറച്ച് സ്പേസ് ഇട്ടു. എന്തേ ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ താല്പര്യമില്ല. ഇല്ലല്ലേ നിർത്ത്, എന്തിനാ വെച്ചോണ്ടിരിക്കുന്ന? എന്തിനാ നിന്റെ ഫാമിലി വന്നു കഴിയുമ്പോ നീ വേറെ രീതി പോയി, ഞാൻ വേറെ രീതി പോയി. പറഞ്ഞു എന്ന് പറയാൻ എന്ത് ഇത്ര ബുദ്ധിമുട്ട്? അവൾക്ക് ഇഷ്ടമല്ല നിന്നെ, അവള് നിർത്തി. അതെങ്ങനെ പറയാൻ? ഒരു കോംബോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നീ സത്യം. ഓ അപ്പൊ ജാസ്മിൻ അർജുൻ കോംബോന്റെ പോസസീവ്നെസ് കാരണമാണ് ശ്രീതു അർജുനീന്ന് അകന്നത്. എനിക്കത് തോന്നി. ഞാൻ 2 ദിവസം മുമ്പത്തെ വീഡിയോയില് ഇത് പറഞ്ഞപ്പോ ഒരുത്തൻ വന്ന് കമന്റിൽ വന്ന് എന്നെ പുച്ഛിച്ചു. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? മാറ്റം എനിക്ക് തോന്നിണ്ടായിരുന്നു. എനിക്കോ? അതെ, എനിക്ക് തോന്നിണ്ട്. സത്യം 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 സത്യം. ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ്. പിന്നെ ഞങ്ങളൊന്നും തമാശ പറയത്തേ ഉള്ളൂ. മമ്മി അത് എനിക്കറിയില്ല. ശ്രീതുന്റെ മമ്മി അറിഞ്ഞില്ലേ? മമ്മി പറഞ്ഞതൊന്നും അവള് വിലക്ക് എടുത്തിട്ടില്ലാന്ന്. അതൊന്നും കാര്യമില്ല എന്നൊക്കെയാണ് പറയണേ. എന്തിങ്ങനെ? ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. അത് കഴിഞ്ഞ് ഇന്നത്തെ വീക്കിലി ടാസ്ക് ആയിരുന്നു മെമ്മറി എല്ലാം ഒന്ന് ബൂസ്റ്റ് ആക്കാനുള്ള മെമ്മറി ബൂസ്റ്റിംഗ് ടാസ്ക്. പൈ വാല്യൂ അറിയുന്നുണ്ടാവാം. നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിച്ചിട്ടില്ലേ പൈയുടെ വാല്യൂ? അത് 3.1415 അങ്ങനെയുള്ള വാല്യൂ എത്ര ഡിജിറ്റ്സ് വരെ ഉണ്ടോ അത് പഠിച്ച് കേൾപ്പിക്കുക. 70,000 പൈ വാല്യൂ ഓർത്ത് വെച്ച് ഗിന്നസ് റെക്കോർഡ് നേടിയ ഇപ്പൊ പൈ കഴിഞ്ഞ് 70,000 ഡെസിമൽ പോയിന്റ് വരെ ബൈഹാർട്ട് പഠിച്ച് ഒരാള് ഗിന്നസ് ബുക്കിൽ കയറിയിട്ടുണ്ട്. അപ്പൊ ബിഗ് ബോസ് വീട്ടിലെ കണ്ടസ്റ്റൻസ് എത്ര പഠിക്കുമെന്നാണ് ഇന്നത്തെ മത്സരം. അപ്പൊ ആദ്യം നമ്മുടെ ശ്രീതുവിന്റെ ടീം വന്നു. അവർക്ക് പ്ലാസ്മ ടിവിയിൽ പൈയുടെ വാല്യൂ കാണിച്ചു കൊടുത്തു. മോർ ആദ്യത്തെ വരി പഠിച്ചു, ശ്രീതു 2ാമത്തെ വരി പഠിച്ചു, അൻസിബ 3ാമത്തെ വരി പഠിച്ചു. അതിനുശേഷം കൺഫെഷൻ റൂമിൽ പോയിട്ട് ബിഗ് ബോസിനോട് ഇത് പറയണം. കൺഫെഷൻ റൂമിലേക്ക് പോകുന്ന പീപ്പിൾസ് ടീം ശ്രീതു നോ ഒന്നും മിണ്ടരുത്, ഞാൻ അത് പഠിച്ചോണ്ടിരിക്കുക. ശ്രീതു പൊളി. 8 3 7 അൻസിബ തെറ്റി അവിടെ. ഓക്കെ, ഞാൻ നോക്കണം. അത് കഴിഞ്ഞ് അടുത്ത ടീം വന്നു, നമ്മുടെ സിജോന്റെ ടീം വന്നു. 1 5 9 സിജോന്റെ ടീം ഇതേപോലെ തന്നെ പഠിച്ചു. കൺഫെഷൻ റൂമിൽ വന്ന് പറഞ്ഞു. 4 1 അത് കഴിഞ്ഞ് നമ്മുടെ സിജോന്റെ ടീം ആയിരുന്നു. സിജോന്റെ ടീം ഇങ്ങനെ 10 എണ്ണം വെച്ചിട്ടാണ് നമ്പേഴ്സ് പഠിച്ചത്. 3 കഴിഞ്ഞ് 8, അത് കഴിഞ്ഞിട്ട് 3 കഴിഞ്ഞിട്ട് 7. സായിയുടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ലാസ്റ്റ് 1-2 എണ്ണം തെറ്റി. കോൺസെൻട്രേറ്റ്. അടുത്ത ടീം നമ്മുടെ ജാസ്മിന്റെ ടീമായിരുന്നു. ജാസ്മിൻ ഒരക്ഷരം മിണ്ടരുതേ. മിണ്ടൂല, നീ പഠിച്ചോ. 3 to 3 വരെ ജാസ്മിൻ ഇങ്ങനെയൊക്കെ പഠിക്കണേ. 3.14 ജാസ്മിൻ പറഞ്ഞു, ഋഷി പറഞ്ഞു, അഭിഷേക് പറഞ്ഞു. 8 9 2 7 8 9 2 2 7. പക്ഷെ നമ്മുടെ അർജുൻ തെറ്റി. മെമ്മറി പവർ ഉണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ ഓപ്പൺ മൈൻഡ് പറഞ്ഞു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ജിൻഡോ ചേട്ടൻ ഡിസ്കസ് ചെയ്യാം. രശ്മിന് ഇത്തിരി ബൈഹാർട്ട് ചെയ്യാൻ ബുദ്ധി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. രശ്മിൻ എനിക്കാ ജിൻഡോ അടിപൊളി, ഞാൻ പെട്ട്. 1 4 5 അങ്ങനെ ജിൻഡോന്റെ ടീം കൺഫെഷൻ റൂമിലെത്തി. രശ്മിൻ ആദ്യം തന്നെ തെറ്റിച്ചു. ഉറപ്പാണോ? ബോസ് ഒന്നും കൂടി ചോദിച്ചത് കറക്റ്റ് ആണോ? 8 3 ഉറപ്പ്. രശ്മിൻ കറക്റ്റാ. 9 7 9 3 2 3 കറക്റ്റ്, സൂപ്പർ, അടിപൊളി. 2 8 4 3 3. എനിക്ക് തോന്നുന്നു ജിൻഡോക്ക് അത് വായിക്കാൻ പറ്റാ, കണ്ണ് കാണില്ലല്ലോ, വായിക്കാൻ പറ്റാത്തോണ്ടാന്ന് തോന്നുന്നു. 6 പകരം 8 എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത്. പുള്ളിയുടെ നെറ്റി, രശ്മിന്റെ നെറ്റി, നന്ദനയുടെ മാത്രം ശരി. ജാസ്മിന്റെ ടീമും സിജോന്റെ ടീമും ജയിച്ച് 3 പോയിന്റുകൾ സ്വന്തമാക്കി. പീപ്പിൾസ് ടീം 2 പോയിന്റുകൾ നേടി. സെക്കൻഡ് ആയിട്ട് നമ്മുടെ ശ്രീതുവിന്റെ ടീം ജയിച്ച് 2 പോയിന്റ് കരസ്ഥമാക്കി. ലാസ്റ്റ് അതായത് 1 പോയിന്റ് കരസ്ഥമാക്കിയത് ജിൻഡോന്റെ ടീമാണ്. ടീം 10 1 പോയിന്റോടെ. അതിപ്പോ അൻസിബ അവിടെ ഇരുന്നിട്ട് എന്തൊക്കെയോ പറയാ. സൂര്യ അഭിനയിക്കുന്ന പടത്തിന്റെ ടിക്കറ്റ് കിട്ടാതെ വലഞ്ഞിരിക്കുമ്പോൾ സൂര്യ ഞാൻ അഭിനയിച്ച സിനിമയുടെ ടിക്കറ്റ് ഞാൻ നിനക്ക് തരില്ലടാ ഋഷി, കള്ളപ്പന്നി. ഞാൻ ദൈവമേ, ഞാൻ പ്രാഗി. ഋഷി
നീ എനിക്ക് ടിക്കറ്റ് തന്നില്ലെങ്കിൽ ഞാൻ പ്രാഗി സിനിമ പൊട്ടിക്കും. എന്റെ ഫസ്റ്റ് ഷോ തന്നെ. ഉറക്കം ഒരുപാട് ഇല്ലെങ്കിൽ ഇങ്ങനെ കളി പോകും. നിങ്ങൾ നേരത്തെ കിടന്നുറങ്ങാം കേട്ടോ. അഭിഷേക് ഇടി അൻസിബേ, എന്റെ കിളി എന്തോ പറന്നു പോയിട്ടാ. നീ ഒരു കാര്യം ചെയ്യ്, പോയി കിടന്നുറങ്ങ്. കോമ്പൊക്കെ ഉണ്ടാ? കോമ്പുണ്ട്. ശ്രീതു അർജുന ട്രോള. പുതിയ കോമ്പില്ലേ, കോമ്പ് അർജുൻ. കോമ്പാണോ? ഞാൻ മുടിയിരാറില്ല എങ്ങോട്ടെന്നല്ല, അതല്ല കോമ്പ് കോമ്പേ. ഇവിടെ ഞാൻ കാണുന്നുണ്ടല്ലോ പുതിയ കോം. ഇനി അർജുന ഞാൻ കോമ്പ് പോസസീവ് ആണല്ലേ ശ്രീതു. ജീവിതം നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയും പറയാൻ പറ്റില്ല. കള്ളപ്പന്നി. ലൈക്ക് വെളിയിൽ ഇതൊരു പബ്ലിക്. ജാസ്മിൻ പാവം, ഇത് വല്ലതും അറിയണ്ട, അത് നടന്നുകൂടും. പുള്ളിയുടെ സൈഡിൽ നിന്ന് അവളുടെ സൈഡിൽ നിന്നുള്ള വിളിപ്പം തന്നെ പറഞ്ഞു. അതിനുശേഷം നമ്മുടെ ജാസ്മിൻ ഇരുന്ന് നോറേനെ കുറ്റം പറയായിരുന്നു. ഇത് കേട്ട് ഇന്ന് മനസ്സിലായില്ല, എന്റെ വീട്ടിൽ നിന്ന് ഒരു സപ്പോർട്ടില്ല. ആരോട്? അപ്സരനോടും രശ്മിനോടും. രശ്മി നാളെ തന്നെ ഇത് നോറയോട് പോയി പറയുന്നുള്ള കാര്യം 100% ഉറപ്പാ. പുള്ളിയുടെ വാശി അവിടെ കാണിച്ചു, തിരിച്ചവളോ അവളെ വാശി അവിടെ കാണിച്ചു. ഇപ്പൊ ജാസ്മിൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ഉപ്പയ്ക്ക് വാശി ഉണ്ടാവും, പക്ഷെ വാശി കാണിക്കാനായിരുന്നെങ്കിൽ പുള്ളിക്ക് വരാണ്ടിരിക്കായിരുന്നു. പുള്ളി വന്നു കാണിച്ചിരുന്നെങ്കിൽ പുള്ളി ഈ വാതിൽ കടന്ന് ഇങ്ങോട്ട് വരില്ലായിരുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നിയാലും എനിക്കൊരു തേങ്ങയില്ല. എനിക്ക് എപ്പിസോഡ് കണ്ടിട്ട് ഇഷ്ടമായില്ല. എന്ത് എപ്പിസോഡ്, എന്ത് തേങ്ങ എപ്പിസോഡ്. ശനിയാഴ്ച വീക്കെൻഡിലേക്കാണ് എപ്പിസോഡാണ് ഇത്. എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് എപ്പിസോഡ് 71 റിയാക്ഷനുമായിട്ട് നമുക്ക് നാളെ കാണാം. ജാസ്മിന്റെയും രശ്മിന്റെയും ഫാമിലി വരുന്നുണ്ട്. ജാസ്മിന്റെ ഉപ്പ ജാഫറേട്ടൻ ഒരു മാല കൊടുക്കുന്നുണ്ട്, ഗബ്രിയുടെ മാല വാങ്ങിച്ചെടുക്കുന്നുണ്ട്, ഫോട്ടോ എടുത്തോണ്ട് പോകുന്നുണ്ട്. വലിച്ചു കയറാനെന്ന് തോന്നുന്നു. എന്തായാലും നാളത്തെ എപ്പിസോഡും ലൈവും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ആകാംക്ഷഭരിതരായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനും ആകാംക്ഷഭരിതനാണ്. എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ